ഈ കായലിൽ നിന്നും അമ്മയുണ്ടായിരുന്ന കടലിൽ. അങ്ങനെ അത്ഭുതകരമായ നെടുഞ്ചൂരി മത്സ്യത്തിൻ്റെ പ്രജനന കേന്ദ്രമുള്ള ഇടനാട്ടിലാണ് ഇവരുള്ളത്. ഈ ഇടനാടിൽ നിങ്ങളിരിക്കുന്ന ഇടനാടിന് 25 ലക്ഷം വർഷം പ്രായം. 5-10 കൊല്ലമല്ല, 25 ലക്ഷം വർഷം. ഈ ലക്ഷം വർഷം പ്രായമുള്ള ഈ ഇടനാടിൻ്റെ എല്ലാ പുറത്തുള്ള കല്ലുകൾ നോക്കണേ. കല്ലുകളെല്ലാം സൂര്യൻ്റെ ചൂട് കൊണ്ട് എത്ര ദിവസം, നമ്മൾ ഒരു ദിവസം പോലും പുറത്ത് നിൽക്കൂല, ഭയങ്കര ചൂടാണ്. ഒരു പക്ഷി പോലും ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ പുറത്ത് നിൽക്കില്ല, ഒരു മൃഗവും നിൽക്കില്ല. പക്ഷെ ഈ പാറ എന്നും സൂര്യൻ്റെ പ്രകാശം കൊള്ളും. അങ്ങ് ഉയരെ നിന്നും വരുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യൻ്റെ പ്രകാശം, പിന്നെ കുറച്ച് തണുപ്പും എന്താണ് ഈർപ്പൊക്കെ വന്ന് പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളുണ്ടല്ല, അത് മുഴുവൻ സെറ്റാകുന്നതിന് മുൻപേ ഞാൻ പൊട്ടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? പുറം ഭാഗം മാത്രം, ആ വെള്ളം മാത്രം ചിലപ്പോൾ കട്ടിയായിട്ടില്ല അല്ലേ? ഉള്ളിലെ ചോപ്പലെങ്ങനെ വെള്ളം എന്ന് പറഞ്ഞ പോലെ ഈ പുറം ഭാഗം മുഴുവൻ കട്ടിയായിട്ടുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പുറം ഭാഗത്തെ കട്ടിയൊന്നും അകത്തില്ല, അകത്തെത്തുമ്പോൾ പറയാം. ഇവിടെ പൂഴി ഇല്ലേ ഇല്ല. ഇവിടെ 2 തരം മണ്ണാണ് കാണുക. ഒന്ന് ചെങ്കല്ലും ചെമ്മണ്ണും. ഇവിടെ ഇട്ടിരിക്കുന്ന വലിയ കല്ലില്ലേ, അതിനെ ചെങ്കല്ല് എന്നാണ് പറയുക. ഈ ചെങ്കല്ലിൽ മാത്രമായിട്ട് 4000-ലധികം ഘടകങ്ങൾ, 4000-ലധികം ഘടകങ്ങൾ ചേർന്ന ഒരു വസ്തുവാണ്. നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോഴും ഇത് നീ ഇതിനു മുമ്പേ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പുതിയ അറിവുകൾ സ്വീകരിക്കാനുള്ള പഞ്ചസാര വേണ്ടേ? ഇതാണ് വീഡിയോയിൽ ഞാൻ പകർത്തുക. നിങ്ങൾ ഓട് വഴിയിലെ കൂടെ പോകുന്നത് കേട്ടോ. ശോഭ ടീച്ചർ വന്നിട്ടില്ലേ? ആ മെല്ലന, വളരെ സാവധാനത്തില്, വളരെ സാവധാനത്തില് പിടിച്ചു പോട്. ഇവിടെ പിടിച്ചുവിടാ മുള്ളു മെല്ലനെ പിടിക്കേ, മെല്ലന. എടാ ഇത് പിടിക്കല്ല, ഇത് മുള്ളാണ്. വളരെ സാവധാനത്തിലേ ഇത് പിടിച്ചുവിടാ, ഇത് മുള്ള്. ആ മാഷ് ഇങ്ങോട്ട് വിട്ടേക്കറാന്നാല് ആരും അറ്റവരിലോട്ടു. ആ അത് മുള്ളു. ശശി മാഷ നിങ്ങ വരുവാ, അങ്ങ് താഴേക്ക് പോയട്ടെ. ആ രമേശ് മാഷേ, നിങ്ങൾ കുറച്ച് ഇങ്ങോട്ട് മുമ്പിലേക്ക് വാ.
നിരങ്ങല്ല ഒന്നിച്ച് വരല ഒരാൾ വീണ എല്ലാവരും വീഴും. അടുപ്പിടി 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 നമ്മളങ്ങ് അപ്പുറത്തുനിന്ന് കണ്ട സ്ഥലം അത്. ശശി മാഷേ ആടെല്ലാം നിർത്തിയാൽ മതി. ഇനി ആദ്യം ഇതായത് ആ പയ്യന്മാർ ആനന്ദ് ഇനി അപ്പുറം വിടണ്ട കേട്ടോ. ഇളകി കളിച്ചോണ്ടിരിക്കല്ലോ, ഒരു സ്ഥലത്ത് ഇരിക്ക്. നിരങ്ങി പോയാ പിന്നെ പറഞ്ഞിട്ടില്ലേ. ഇല്ല തീർന്നു. രണ്ടാൾക്കാരാണ് ഇരിക്കാൻ പറഞ്ഞത്. ഉള്ള സ്ഥലത്ത് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എനിക്ക് ഒന്നും കണ്ണും കാണുന്നില്ല തോന്നുന്നല്ലേ ഈ പെണ്ണിന്. 2 പെണ്ണിന് ഉണ്ട കണ്ണു കൊടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ടും കാണും. ഉണ്ട കണ്ണിന്റെ ഇംഗ്ലീഷ് അറിയാം. UK ഒരുപാട് ചെറിയ 2 വാക്കുകൾ വണ്ണാത്തി കാനം എന്ന് പറഞ്ഞാൽ അർത്ഥം കാട് എന്നല്ല, കാനൽ ഉള്ളത് എന്നാണ്. കാനൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ മുകളിലൊക്കെ കണ്ടില്ലേ, എപ്പോഴും താഴെ ഭാഗം ഇരുട്ട് പോലെ. മുകളിൽ വരുമ്പോഴൊക്കെ അങ്ങനെയല്ലേ. ഇവിടെ ഒരു ഇരുട്ട് മൂടിയ ഒരു പ്രദേശം. ഇവിടുന്ന് അടുത്ത് ഇവിടെ ഒരു വലിയ മരം പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് മുഴുവൻ ഒരു ഇരുട്ട് മൂടിയ സ്ഥലം. അത് ഇരുട്ട് മൂടിയ സ്ഥലം മാത്രമായാൽ കാനമാവില്ല. ഇരുട്ടുമൂടിയ എത്രയോ സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിന് മൊത്തമുണ്ട്. പക്ഷേ ആ ഇരുട്ടുമൂടിയ സ്ഥലത്ത് എവിടെയാണോ ഒരു പുഴ ജനിക്കുന്നത്, അല്ലെങ്കിൽ ഒരു എന്താണ് വെള്ളക്കെട്ടുകളുള്ളത്, അതിനെ മാത്രമേ കാനൽ എന്ന് പറയൂ. അപ്പോൾ ഈ വണ്ണാത്തി കാനത്ത് ഇവിടെ ഒരു നല്ല വെള്ളക്കെട്ടുകൾ. മഴക്കാലത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇതിലൂടെയൊക്കെ വെള്ളം, വളരെ ശുദ്ധമായ വെള്ളം ഇതിലിങ്ങനെ നിങ്ങൾ ഇരിക്കുന്നതിലൊക്കെ തട്ടിത്തെറിച്ചു പോകുന്ന നമുക്കറിയാം. അങ്ങ് അവിടെയൊക്കെ നോക്കുമ്പോൾ വെള്ളച്ചാട്ടമൊക്കെ കാണും. ഇവിടെയൊക്കെ നല്ല വെള്ളച്ചാട്ടം ഇങ്ങനെ. ഇവിടെ എത്തുമ്പോൾ എന്തൊരു ശബ്ദമാണെന്നറിയാം. താഴെയൊക്കെ ഭയങ്കര ശബ്ദം. ആ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നമ്മൾ ഏതോ വലിയ വെള്ളച്ചാട്ടത്തിൽ പോയതിൻ്റെ ശബ്ദവും. പുഴയുടെ സ്ഥലത്തെത്തി നീണ്ടല്ല തൊടണ്ട, അവിടെ ഇങ്ങനെ നോക്കിയാൽ തന്നെ നെഞ്ചിലൊക്കെ. നീ ആടെ നിൽക്കുക, നിന്നെ താഴെ നിർത്തിയ മുകളിൽ നിർത്തിയ മുകളിൽ നിന്ന് ആ വലിയ പാറ വരെ വീഴും. ശരി, ആ പോലെ പോലെ സാവധാനം
മെല്ലനെ കൂടെ സാവധാനത്തെ പിടിച്ച് കൂടും. പിടിച്ചിട്ടേ കൈ കാല് വിടാതെ. അങ്ങനെ ഒന്നിച്ചാ പിടിച്ചുകൂടാ. അത് ഉണങ്ങിയ കമ്പാണ് അധികം സെറ്റ് ചെയ്തത്. അതിനൊന്നും പിടിക്കല്ല, വള്ളി പോവില്ലേ ചെറുത്. ഒന്നിച്ച പോലെ മോനെ ഓരോരാൾ പോട്ട് സാവധാനത്തിൽ പോയി. അതിൻ്റെ ഒന്നും മേലെ ചവിട്ടില്ല, ചവിട്ടിയിട്ട് നിരക്ക് ചവിട്ടുന്നു. ഈ മേലേക്ക് കയറി പിടിക്കും, നേരെ ഇപ്പുറം അതിനടുത്ത് പോട്. അതിനടുത്ത് വേഗം എടുക്കാൻ നോക്കി. ഓരോരാളായിട്ട് കയറിക്കോ, ഇല്ലെങ്കിൽ വീഴും. അവിടെ നിർത്ത് ഓരോരാൾ നിർത്ത്. സുഖം ഷാടൊക്കെ സ്ലോ ആക്കി. പിടിച്ച് നല്ല സ്ലോ ആക്ക്. സ്ലോ ആയിട്ട് വടിയൊന്നും പിടിക്കല. ഇതന്നെ വരുന്നു, സാഹസികമായിട്ട് തന്നെ കയറാം. വാക്കിംഗ് ഫൺ കണ്ടോ? വാക്കിംഗ് ഫൺ ഇതിന്റെ പേര്. നല്ല പിടി. പിന്നെ അതിനെ പറഞ്ഞുതരാം. അത് കണ്ടല്ലോ, ഈ വാക്കിംഗ് ഫൺ തൊട്ടിട്ടോ. മലന്ന് പോയല്ല, ഓരോരാൾ കയറിയിട്ട് കൂടും. അവിടെ ബ്ലോക്കാക്കല്ല. പിടിച്ചിങ്ങനെ കേറുക. നിർത്തിയതാണ്. നിങ്ങളെ പിടിച്ചത് കയറ്റി. നിങ്ങളെ പിന്നെ പിടിച്ച് കയറൂലേ? അല്ല, നിങ്ങൾ കയറിയാ ഞാൻ കയറാം. ഒരു